ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സെപ്റ്റംബർ 15 ഞായർ. പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം. ഇന്ന് 4 വായനകൾ. ഞായറാഴ്ച ദിവസം ഒന്നാമത്തെ വായന സംഖ്യയുടെ പുസ്തകം 21 അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാമത്തെ വായന സഖറിയായുടെ പുസ്തകം 10 അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ലേഖനം ഗലാത്യ ലേഖനം 6 അധ്യായം 11 മുതൽ 18 വരെ. സുവിശേഷം വിശുദ്ധ മത്തായി അറിയ സുവിശേഷം 10 അധ്യായം 34 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ പരിശുദ്ധ സ്ലീവായുടെ തിരുനാൾ ആഘോഷിച്ചതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണ്. ഏലിയ സ്ലീവ മൂശ കാലങ്ങളിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ലീവായുടെ കുരിശിൻ്റെ ചൈതന്യം തുടരുകയാണ്. കുരിശിൻ്റെ ചൈതന്യം ഈ 4 വായനകളിലും നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ 4 വായനകളിലൂടെ നമ്മൾ ധ്യാനിച്ചെടുക്കുന്നത് പരിശുദ്ധ കുരിശിനെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ 4 മാനങ്ങൾ, സ്ലീവായുടെ 4 മാനങ്ങൾ ഈ 4 വായനകളിൽ നിന്നായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഒന്നാമത്തെ വായന സംഖ്യയുടെ പുസ്തകം 21. ഇന്നലെ നമ്മൾ വായിച്ച അതേ ഭാഗമാണ്. അത് 1-ാം വാക്യം തൊട്ട്, ഇന്നലെ അത് 4-ാം വാക്യം തൊട്ടായിരുന്നെങ്കിൽ ഇന്നത് 1-ാം വാക്യം തൊട്ട് വായിക്കുന്നേ ഉള്ളൂ. 21-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ജനം മോശയ്ക്കും ദൈവത്തിനെതിരെ കലഹിക്കുന്നു. ആഗ്നേയ സർപ്പങ്ങളെ ദൈവം അയക്കുന്നു. ഇവർ മരിച്ചു വീഴുന്നു. ദൈവം പിച്ചള സർപ്പത്തെ ഉയർത്താൻ പറയുന്നു, ഉയർത്തുന്നു. കുരിശിൻ്റെ മോഡലാണത്. അതുകൊണ്ടാണ് നിങ്ങളാണെങ്കിലും ചിലർക്കൊക്കെ ഇപ്പോഴും സംശയമുണ്ട്, എന്താണ് ചില കുരിശിൻ്റെ സിംബൽസിലൊക്കെ കുരിശും അതിനെ ചുറ്റി ഒരു സർപ്പവും ആരും തെറ്റിദ്ധരിക്കരുത്. ഇന്നത്തെ കാലത്ത് അതിനെ മറ്റു വ്യാഖ്യാനങ്ങളൊക്കെ ചിലപ്പോൾ ചമഞ്ഞ് വന്നെന്നിരിക്കും. അതല്ലത്. അത് ഈ പിച്ചള സർപ്പത്തിൻ്റെ സൂചനയാണത്. കുരിശിൻ്റെ മോഡൽ ടൈപ്പ് ഇവിടെ മരുഭൂമിയിൽ മോശ ഉയർത്തിയ പിച്ചള സർപ്പമാണ്. അപ്പോൾ അതിൻ്റെ സൂചന, അതിനോട് ക്ലബ് ചെയ്തിട്ടാണ് കുരിശിൻ്റെ ചുറ്റും ഇങ്ങനൊരു സർപ്പം ചുറ്റി നിൽക്കുന്നത്. ചില നമ്മുടെ പിതാക്കന്മാരുടെ, ചിലപ്പോൾ യാക്കോബായ സഭയിലെയോ മറ്റോ ഒക്കെ പിതാക്കന്മാരുടെ ഈ വടിയിലും അംശവടിയിലും ഈ സർപ്പം ചുറ്റി നിൽക്കുന്നത് കാണാൻ പറ്റും. അത് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. അത് പിശാചായ സർപ്പമല്ല, അത് മോശ ഉയർത്തിയ സൗഖ്യത്തിൻ്റെ അടയാളമായ സർപ്പത്തിൻ്റെ ഇമേജ് ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ കുരിശിൻ്റെ ഒന്നാമത്തെ മാനം എന്നറിയാമോ? സ്ലീവ, വിശുദ്ധ കുരിശ് നമുക്ക് സൗഖ്യം നൽകുന്നു. ഞാൻ പറഞ്ഞു, ഇത് 4 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കുരിശിനെ കുറിച്ച്. ഒന്നാമത്തത് സംഖ്യയുടെ പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നത് കുരിശ് നമുക്ക് സൗഖ്യം നൽകുന്നു. 2 തരത്തിലുള്ള സൗഖ്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ മരുഭൂമിയിൽ കാണുന്ന കാഴ്ച, എന്ത്? മരണത്തിൽ നിന്ന്, രോഗാവസ്ഥയിൽ നിന്ന് സൗഖ്യം തരുന്നുണ്ട് കർത്താവിൻ്റെ സ്ലീവ. 2, ആത്മീയ രോഗാവസ്ഥയിൽ നിന്ന്, ആത്മീയ മരണത്തിൽ നിന്ന് കുരിശ് നമ്മളെ സുഖപ്പെടുത്തുന്നു, നമ്മളെ ജീവിപ്പിക്കുന്നു, ഉയർപ്പിക്കുന്നു. അതേതാണ്? പാപാവസ്ഥയിൽ നിന്ന് കർത്താവിൻ്റെ സ്ലീവ നമുക്ക് വിടുതൽ നൽകുന്നു. ഒന്നാമത്തെ ആശയം അതാണ്. കുരിശിൻ്റെ 4 മാനങ്ങളിൽ ഒന്നാമത്തത് കുരിശ്, സ്ലീവ നമുക്ക് സൗഖ്യമാണ്. രണ്ടാമത്തെ വായന സഖറിയായുടെ പുസ്തകം 10-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളാണ്, പ്രവചനങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. അതിൽ 1-ാമത്തെ വാക്യത്തിൽ തന്നെ കുരിശിൻ്റെ 2-ാമത്തെ ഡയമെൻഷൻ കിടപ്പുണ്ട്. അതിങ്ങനെയാണ്. സഖറിയ 10:8. ഞാൻ അവരെ അടയാളം നൽകി ഒരുമിച്ച് കൂട്ടും. അപ്പം സ്ലീവായുടെ അടയാളം ഐക്യത്തിൻ്റെ സൂചനയാണ്. വിശുദ്ധ കുരിശിൽ നമ്മൾ ഒരുമിക്കുന്നു. കർത്താവിൻ്റെ സ്ലീവായിൽ നമ്മൾ ഒരുമിക്കുന്നു. എങ്ങനെയാണ് കർത്താവിൻ്റെ കുരിശിൽ നമ്മൾ ഒരുമിക്കുന്നത്? കുരിശിൽ കർത്താവ് തമ്പുരാൻ പാടുപീഡകൾ ഏറ്റു മരിച്ചപ്പോൾ ലോകം മുഴുവനും അവൻ്റെ ശരീരത്തിലുണ്ട്, അവൻ്റെ ദേഹത്തുണ്ട്. ലോകം മുഴുവൻ്റെയും പാപഭാരത്തെയാണ് അവൻ ചുമന്നത്. അങ്ങനെ വരുമ്പോൾ ആ കുരിശ് നമുക്ക് ഐക്യത്തിൻ്റെ അടയാളമാണ്. അങ്ങനെയാണ് ആ ലോകത്തെ മുഴുവൻ സ്വന്തം കുരിശിൽ സ്ലീവായിൽ പേറി അവൻ നമുക്ക് ലോകത്തിന് സൗഖ്യം നൽകുന്നു. അപ്പം നമ്മളെ ഐക്യപ്പെടുത്തുന്ന അടയാളമാണ്. മനുഷ്യകുലത്തെ മുഴുവൻ ഐക്യപ്പെടുത്തുന്ന അടയാളമാണ് പരിശുദ്ധ സ്ലീവ. ഇപ്പോൾ 2 വായനകളിൽ നിന്ന് നമ്മൾ ഓരോ പരിശുദ്ധ കുരിശിൻ്റെ ഓരോ ഡയമെൻഷൻ പഠിക്കുകയായിരുന്നു. ഒന്നാമത്തിൽ നിന്ന് പഠിച്ചത് എന്താണ്? സ്ലീവ, പരിശുദ്ധ കുരിശ് സൗഖ്യമാണ്. 2, പരിശുദ്ധ കുരിശ് ഐക്യത്തിൻ്റെ അടയാളമാണ്. മൂന്നാമത്തത് ലേഖനം, ഗലാത്യ ലേഖനം 6-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. സാധാരണ ഞാൻ ബൈബിൾ എടുക്കാനൊക്കെ പറയാറുള്ളതാണ്, വിട്ടുപോയി. പറ്റുന്നവരൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുത്ത് വായിച്ചാൽ അത്രയായി. ഗലാത്യ ലേഖനം
6-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നമ്മൾ വായിച്ചു വരുന്നൊരു കാര്യം, മേന്മ ഭാവിക്കാൻ എനിക്കുള്ളത് എൻ്റെ കർത്താവിൻ്റെ കുരിശാണ്. എൻ്റെ അഭിമാനത്തിൻ്റെ വിഷയമാണ് കർത്താവിൻ്റെ കുരിശ്. പ്രത്യേകം കിടക്കുന്നത് ഗലാത്യ ലേഖനം 6:14, നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. അപ്പോൾ കുരിശിൻ്റെ 3-ാമത്തെ തലം നമ്മൾ പഠിക്കുകയാണ്. കുരിശ് ക്രിസ്ത്യാനിക്ക് അഭിമാനത്തിൻ്റെ വിഷയമാണ്. കുരിശ് ക്രിസ്ത്യാനിക്ക് മേന്മയുടെ, അഭിമാനത്തിൻ്റെ വിഷയമാണ്. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് തമ്പുരാൻ പാടുപീഡകൾ ഏറ്റെടുത്ത് എനിക്ക് രക്ഷ സംലഭ്യമാക്കിയ, അവൈലബിളാക്കിയ കുരിശ് എൻ്റെ അഭിമാനത്തിൻ്റെ വിഷയമാണ്. ഒരിക്കലും കുരിശിൽ ലജ്ജിക്കരുത്. കുരിശ് അഭിമാനത്തിൻ്റെ വിഷയമാണെന്ന് ഓർക്കണം. ഇനി നമ്മൾ സുവിശേഷത്തിലേക്ക് വരുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് കുരിശ് അനുഗമനത്തിൻ്റെ മാർഗമാണെന്ന് പഠിക്കുന്നുണ്ട്. മത്തായി 10, 34, 42. അതായത് 38-ാമത്തെ വാക്യത്തിൽ, സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. അപ്പോൾ ഇത്രയും 3 പ്രാവശ്യം നമ്മൾ കർത്താവിൻ്റെ കുരിശിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. നമ്മുടെ കുരിശ് അനുഗമനത്തിൻ്റെ യോഗ്യതയാണ്. കർത്താവിൻ്റെ പിറകെ നടക്കുന്നവന് തോളിലൊരു കുരിശ് ഉണ്ടായിരിക്കണമെന്ന്. കർത്താവിൻ്റെ പിറകെ നടക്കുന്നുണ്ടെങ്കിൽ തോളിലൊരു കുരിശ് നിർബന്ധമാണ്. എന്നെ അനുഗമിക്കുന്നവൻ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ, കുരിശെടുക്കാത്തവൻ എന്നെ അനുഗമിക്കാൻ യോഗ്യനല്ല. അപ്പോൾ 4-ാമത്തെ തലം കുരിശ് മിശിഹായോടുള്ള അവൻ്റെ പിന്നാലെയുള്ള നടത്തത്തിൻ്റെ യോഗ്യതയാണ്. അപ്പോൾ ചില സഹനമുണ്ട്, ചില കണ്ണീരുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ട്, തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്, വിമർശനങ്ങൾ വന്ന് നമ്മുടെ മേൽ കൂരമ്പ് പോലെ വന്ന് പതിക്കുന്ന അനുഭവമുണ്ട്, കണ്ണീര് പെയ്തിറങ്ങുന്ന രാത്രികളുണ്ട്. ഇതൊക്കെ എന്നറിയാമോ? ഇതൊക്കെ എൻ്റെ കർത്താവിനെ അനുഗമിക്കാനുള്ള എൻ്റെ യോഗ്യതയാണ്, യോഗ്യതയുടെ കുരിശാണ്. മുമ്പൊരിക്കൽ ഞാൻ പരിശുദ്ധ കുരിശിനെക്കുറിച്ച് നമ്മുടെ ബ്ലസ് 364 തന്നെ, ഫീറ്റ് മൈ ഷീപ്പിൽ തന്നെ പറഞ്ഞ ഒരു ഉദാഹരണം ഓർക്കുകയാണ്. അത് നല്ല രസമുള്ളതായതുകൊണ്ട് ആവർത്തിക്കുന്നു, അന്ന് കേൾക്കാൻ പറ്റാതെ പോയവർക്ക് വേണ്ടിയിട്ട്. അതായത് 2 പേര് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. 2 പേര് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. 2 പേരുടെ കയ്യിലും മുട്ടക്കാട്ടം 2 കുരിശുണ്ട്. വലിയ 2 കുരിശ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുരിശു ഇങ്ങനെ തോളത്ത് വെച്ച് ഇതുങ്ങൾ കഷ്ടപ്പെട്ട് നടക്കുകയാണ് സ്വർഗത്തിലേക്ക്. കുറച്ചു ദൂരം പോയപ്പോൾ ഒരാൾക്ക് ബുദ്ധി വെച്ചു. ഒരാൾ വിചാരിച്ചത് കുറച്ച് മുറിച്ച് കളയാം. എന്തൊരു തലവേദന ചെയ്ത്, എന്തൊരു ഭാരമായത്. കുറച്ച് കുരിശ് മുറിച്ചു. കുറച്ചുകൂടെ പോയി കഴിഞ്ഞപ്പോൾ അവൻ കുരിശിൻ്റെ അറ്റം പിന്നെയും കുറച്ചുകൂടെ മുറിച്ച് കുരിശ് ഇങ്ങനെ സുഖമായിട്ട് കയ്യിലെടുക്കാവുന്ന പരുവത്തിലേക്ക് എത്തിച്ചു. മറ്റവൻ അല്പം വൈകിയാണെങ്കിലും ഇഴഞ്ഞ് കഷ്ടപ്പെട്ട് ഭാരം ചുമന്ന് വരികയാണ്. കുറേ ദൂരം എത്തി. സ്വർഗം മറുകരയാണ്. അപ്പോഴാണ് കാണുന്നത് ഇവിടെ ഒരു കിടങ്ങാണ്. അപ്പോൾ എന്ത് പറ്റുന്നറിയാമോ? ആദ്യം വന്നവൻ ഇങ്ങനെ നോക്കി നിൽക്കുക, ഈ കിടങ്ങ് അങ്ങനെ കടക്കും. 2-ാമത് വന്നവൻ കർത്താവ് ഏൽപ്പിച്ച കുരിശിനെ അതിൻ്റെ മുഴുവൻ ഭാരത്തോടെ, ആ കയ്പനുഭവത്തോടെ ചുമന്ന് ഏന്തി വലിഞ്ഞ് വന്നവൻ ആ കുരിശെടുത്ത് ഈ കിടങ്ങിന് കുറുകയിട്ട് ഇത് ക്രോസ് ചെയ്ത് സ്വർഗം പ്രാപിച്ചു. നമുക്കായി നൽകപ്പെട്ട കുരിശ് സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ എൻട്രി ടിക്കറ്റാണെന്ന് ഓർക്കണേ. അപ്പോൾ കുരിശിൻ്റെ 4 മാനങ്ങളാണ് ഇന്നത്തെ ഞായറാഴ്ച കുർബാനയിൽ 4 വായനകളിലൂടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. ഒന്നുകൂടെ ഓർത്തെടുത്ത് ഏതൊക്കെയാണെന്ന് റിവിഷൻ ടൈമാണ്, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. 1-ാമത്തത് കുരിശ് സൗഖ്യത്തിൻ്റെ അടയാളമാണ്. കുരിശ് സൗഖ്യത്തിൻ്റെ അടയാളമാണ്. എത്തരത്തിലുള്ള സൗഖ്യം? ശാരീരിക സൗഖ്യം, ആത്മീയ സൗഖ്യം. 2, പരിശുദ്ധ കുരിശ്, കർത്താവിൻ്റെ സ്ലീവ ഐക്യത്തിൻ്റെ അടയാളമാണ്. ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുന്ന ഐക്യത്തിൻ്റെ അടയാളമാണ് പരിശുദ്ധ കുരിശ്. 3, കുരിശ് ലജ്ജിക്കാനുള്ളതല്ല, അഭിമാനത്തിൻ്റെ വിഷയമാണ്. എനിക്ക് മേന്മ ഭാവിക്കാൻ എൻ്റെ കർത്താവ് തമ്പുരാൻ്റെ കുരിശല്ലാതെ മറ്റെന്തുണ്ട് എന്ന് ചോദിക്കുന്ന സ്ലീഹായുടെ മനസ്സ് നമുക്കുമുണ്ടാകട്ടെ. ഒടുവിൽ 4-ാമത്തതിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കുരിശിലേക്കായി ചിന്ത. എന്താണ് നമ്മുടെ കുരിശ്? കർത്താവിനെ അനുഗമിക്കാനുള്ള നമ്മുടെ യോഗ്യതയാണ് നമ്മുടെ കുരിശ്. നമ്മുടെ സഹനങ്ങളെ കർത്താവ് ഏൽപ്പിച്ച കുരിശായി തിരിച്ചറിഞ്ഞ് അതിനെ കർത്താവിൽ ആശ്രയിച്ച് ചുമന്ന് സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായേ, എൻ്റെ മുറിവുകളിൽ, എൻ്റെ രോഗങ്ങളിൽ, എൻ്റെ ആത്മീയ കേടുകളിൽ നിൻ്റെ സ്ലീവ എനിക്ക് സൗഖ്യമാകട്ടെ.
ചിതറിപ്പോകുന്ന കുടുംബങ്ങളും സഭയും കർത്താവെ നിന്റെ സ്ലീവായിൽ ഐക്യപ്പെടട്ടെ. ഞങ്ങൾ കുരിശിൽ അഭിമാനിക്കട്ടെ. ഞങ്ങളുടെ കുരിശെടുത്ത് ഞങ്ങൾ നിന്നെ അനുഗമിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.